ഒരു ഇടറോഡിലൂടെ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കൾ അതുവഴി നടന്നു വരികയായിരുന്ന ഒരു വയോധികയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിട്ടു പോകുന്നതിന്റെ CCTV വിഷ്വൽസ് ആണ് ഈ കാണുന്നത്. നമ്മളിതിനെ സ്നാച്ചിങ് എന്ന് വിളിക്കും. എറണാകുളം റൂറൽ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നടന്നൊരു സംഭവമാണ്. പണ്ട് IPC ഇന്ത്യൻ പീനൽ കോഡ് നിലവിലിരുന്ന കാലത്ത് നമ്മൾ മോഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സെക്ഷൻ, പ്രതികൾക്കെതിരെ ചുമത്തും 379 എന്ന് പറയുന്ന തെഫ്റ്റ്, അതാണ് ഉപയോഗിച്ചിരുന്നത്. അതല്ല എങ്കിൽ 392 റോബറി, പിടിച്ചുപറി, ഈ രണ്ട് വകുപ്പുകളിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ പുതിയ ഭാരതീയ ന്യായസംഹിത നിലവിൽ വന്നപ്പോൾ ഇതൊരു ഡിസ്റ്റിങ്ക്റ്റ് ഒഫൻസ് ആയിട്ട് മാറി. ഇതിന് പ്രത്യേകം സ്നാച്ചിങ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഉൾപ്പെടുത്തി 304 എന്ന് പറയുന്ന സെക്ഷൻ അവർക്കെതിരെ ഇപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപ്രകാരം 3 വർഷം വരെ ആകാവുന്ന തടവും ഫൈനും ഉണ്ട്. ഇതിൽ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ഷൻ, അതുപോലെ ഫോഴ്സിബിളി ഒരാളുടെ പൊസിഷനിലുള്ളൊരു മൂവബിൾ പ്രോപ്പർട്ടി പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ഈ വകുപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മകള് ഇക്കാര്യത്തിന് കേസെടുക്കാൻ വിസമ്മതിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മാല മുക്കുവണ്ടോണ് നമുക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നത് അത്രേ. ഏതായാലും നമുക്ക് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ BNS പറയുന്നത് വാല്യുവബിൾ പ്രോപ്പർട്ടി എന്നല്ല, മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ്. എന്താണെന്നുണ്ടെങ്കിലും പിടിച്ചു പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 304 എന്ന് പറയുന്ന വകുപ്പ് നിൽക്കും. പോലീസിന് കേസെടുക്കാം. പോലീസിന് കേസെടുക്കാനായിട്ട് നിലവിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വേണ്ട. ഈ CCTV വിഷ്വൽസ് തന്നെ ധാരാളം, സുമോട്ടോയായിട്ട് കേസെടുക്കാം. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 തൊട്ടും 16 പണിയാണ് കുമാരെ കാത്തിരിക്കുന്നത്. കാരണം ഇതിന് കാശ് കിട്ടൂല, മാത്രമല്ല 3 വർഷം വരെ ആവുന്നൊരു തടവ് ശിക്ഷയുണ്ട്. ഓക്കെ, താങ്ക് യു.